നമസ്കാരം. ഒരു 10-35 വർഷമായിട്ട് രഹസ്യമായിട്ട് ചെയ്തു വരുന്ന സരസ്വതി പൂജയുടെ സവിശേഷമായ ഫലം ഉരുത്തിരിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവർക്കും പ്രസൻറ്റേഷൻ ചെയ്യാവുന്ന ഒരു അവസ്ഥയിലോട്ട് വരികയാണ്. അപ്പം അതിനൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരണമെന്ന് തോന്നി. അതിനാണ് ഈ വീഡിയോ. കൃത്യമായിട്ട് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ട് ഞാൻ സാഹിത്യരചന ആരംഭിക്കുന്നത് ഡോക്ടർ യു.ആർ. അനന്തമൂർത്തി സാറിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് 1990-ലാണ്. ഗദ്യവും പദ്യമായിട്ട് കണക്കില്ലാതെ സൃഷ്ടികൾ ചെയ്തെങ്കിലും അവയൊന്നും വേണ്ട പോലെ പ്രസിദ്ധീകരിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ദോഷഫലമായിട്ട് നഷ്ടപ്പെടുന്ന ആത്മീയ ദിശാബോധം വരും തലമുറയിലേക്ക് നൽകാൻ ഉദ്ദേശിച്ചവയായിരുന്നു അവ. മാധ്യമങ്ങൾക്ക് അത്തരം ശൈലിയിലുള്ളവയൊക്കെ തള്ളിക്കളയേണ്ടതുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സ്വയം പ്രസിദ്ധീകരണ പരിശ്രമവും വിഫലമായി പോയി. തുടർന്ന് പ്രസിദ്ധീകരണം നിരപേക്ഷമായി ഈശ്വരാർപ്പണാർത്ഥം സാഹിത്യരചന ഒരു വഴിപാട് പോലെ നടത്തിപ്പോകുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരു ക്ഷേത്രരൂപം ഉള്ളിൽ തെളിഞ്ഞു. 94 പൊന്നിൻ കോവിൽ കണക്കെ കത്തിരുള്ളി വിതറി ക്ഷേത്രമൊന്നുള്ളിലുണ്ടായി എന്ന് ആണ് ആ ദാർശനിക അനുഭവം ഡോക്യുമെൻ്ററി കവിതകളാക്കിയിട്ടുണ്ട്. അതൊക്കെ ആത്മനിലയം എന്ന 5 അക്ഷരങ്ങൾ ചേർന്ന ഒരു അക്ഷരക്ഷേത്ര സ്വരൂപമാണ് ആത്മാവിൽ ദർശിച്ചത്. അറിവിൻ്റെ ക്ഷേത്രം എന്നൊക്കെയാണ് അതിൻ്റെ വിവക്ഷ. അത് ആത്മപ്രകാശ നിലയം എന്ന് നീട്ടിയും ആലയം എന്ന് ചുരുക്കിയും പറയാറുണ്ട്. മലയാള അക്ഷരങ്ങളെ കൊണ്ട് നിർമ്മിച്ച ഒരു ക്ഷേത്ര രൂപത്തിലുള്ള ഒരു അക്ഷരമുദ്ര, ഈ എംബ്ലം എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഒരു ലീഡിങ് ഐക്കണായി കത്തുകളിൽ മുദ്രയായി മറ്റും ഉപയോഗിച്ചു പോന്നു. ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിലും ചിന്താപൂർവമായ സാഹിത്യരചന തുടർന്നു. ആ ക്ഷേത്രഭാവന അങ്ങനെ വളർന്നു. വൈകിയ പ്രായത്തിലും അനുഗ്രഹവശാൽ സംസ്കൃതം പഠിക്കാനുള്ള യോഗമുണ്ടായി. എൻ്റെ കൃതികൾ പരിശോധിച്ച സംസ്കൃത ആചാര്യന് അവ അഹിതകരമായിട്ടായിരിക്കാം ഭാഗവതവും മറ്റും വായിക്കാതെ എഴുതരുത് എന്ന് അദ്ദേഹം വിലക്കി. ശുശ്രൂഷയുടെ മുള നുള്ളപ്പെട്ടത് വേദനാജനകമായെങ്കിലും ഭാഗവത ഉപദേശം കിട്ടിയത് മഹാഭാഗ്യമായിട്ട് വിചാരിച്ചു. യഥാശക്തി ഭാഗവത സേവ തുടങ്ങി. വൈകാതെ 2000 ആണ്ടിൽ അക്ഷരമുദ്രയിലെ അക്ഷരങ്ങൾ ആംഗലീകരിച്ചപ്പോൾ തന്മധ്യേ ശിവലിംഗം പ്രകടമായി. അത് ആ ക്ഷേത്ര സങ്കല്പത്തിൻ്റെ സാക്ഷാത്കാരമായി, അവാച്യമായ അനുഭവമായി. എങ്കിലും ഗുരുവിൻ്റെ വിലക്കിലെ മാനിച്ച് ആ വിഷയത്തിൽ അധികം എഴുതാനോ പ്രസിദ്ധീകരിക്കാനോ മുതിർന്നില്ല. ദേവീ മഹാത്മ്യത്തിന് എഴുതിയ വൃത്താനുവൃത്ത പരിഭാഷ പോലും എനിക്ക് തമസ്കരിക്കേണ്ടി വന്നു. 2000 ആണ്ടിൽ വലിയ ചമത ഹോമിച്ച പുണ്യം തമസ്കരണം അഥവാ സംയമനം നൽകുമെന്ന് സമാധാനിക്കുന്നു. പരിഷ്കൃത സമൂഹത്തിന് ആത്മബോധം ആവശ്യമില്ലാത്ത മട്ടിലാണല്ലോ എൻ്റെ സാഹിത്യരചന. പിന്നീട് പോഷിതമായത് 2005 മുതൽക്കാണ്. യജ്ഞോപവീത മാസികയിലൂടെ 5 വർഷത്തോളം അതിൻ്റെ പത്രാധിപ സമിതിയിൽ അംഗമായിരുന്നു. യശശരീരനായ ഡോക്ടർ മപ്പാട് വാസുദേവൻ നമ്പൂതിരിപ്പാട്, ജീവൻ കോട്ടവട്ട എന്നിവരെ ആദരവോടെ സ്മരിക്കുന്നു. ആലയം ക്ഷേത്രരൂപത്തിൻ്റെ സാക്ഷാത്കാരം 2000 ആണ്ടിലുണ്ടായതിന് 9ാമത്തെ വർഷം അതിൻ്റെ ക്ഷേത്രരൂപത്തിൽ സാരമായ ഒരു മാറ്റമുണ്ടായി. ഒരു സർപ്പരൂപം ദൃഷ്ടമായി. അത് വൈ എന്നുള്ള ലെറ്ററാണ് ആ ശിവലിംഗത്തിൻ്റെ പുറത്തോട്ടൊരു സർപ്പാകൃതിയിൽ വളഞ്ഞു കിടക്കുന്നത്. 9ാമ വർഷം നവീകരണം അത് ഉൾക്കൊണ്ടുകൊണ്ട്, ആ സർപ്പത്തിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട്, സർപ്പം എന്ന് പറയുന്നത് വിജിലൻസ് ഓഫീസറാണ്. എത്ര ബോധമില്ലാതെ മദ്യപിച്ച് കിടന്നുറങ്ങുന്നവനും സർപ്പത്തിനെ കണ്ടു കഴിഞ്ഞാൽ ചാടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞ പോലെ അത് ജാഗ്രതയെ പ്രദാനം ചെയ്യുന്നതാണ് സർപ്പം. അപ്പോൾ അക്കൊല്ലം ആ കൺസെപ്റ്റ് 14 സംസ്കൃത ശ്ലോകത്തിലൂടെ കാവ്യപത്രികയായി ഡോക്ടർ അനന്തമൂർത്തി സാറ് മുമ്പാകെ അവതരിപ്പിച്ചു. സർപ്പേണ ഭദ്രീകൃത ജാഗരൂകം സമ്പൂർണ്ണമാവിഷ്കൃത ഭാസമാനം എന്നൊക്കെ ശ്രീ മംഗളം ഗണേശൻ നമ്പൂരി സാറ് സംഗീതം നൽകി ആലപിച്ചതിൻ്റെ ആ ശബ്ദരൂപവും ആലയത്തിൻ്റെ മൾട്ടി കളർ ചിത്രവുമാണ്. അത് കണ്ട് ആശ്ചര്യം പ്രകടിപ്പിച്ച അനന്തമൂർത്തി സാറ് ഒരു ആത്മീയ സംരംഭം എന്ന നിലയിൽ അത് പ്രോത്സാഹനാർഹമായി അദ്ദേഹത്തിന് തോന്നിയിരിക്കില്ല. അനുബന്ധമായി എഴുതിയ ശിവകീർത്തനം പോലും ശിവക്ഷേത്രത്തിലൂടെ പ്രസിദ്ധീകരിച്ചതിനെ പേരെടുക്കാനുള്ള ശ്രമമെന്ന് പരിഹസിച്ച ആൾക്കാരെ, സുഹൃത്തുക്കളെ ഓർക്കുന്നു, ക്ഷേത്ര ബന്ധുക്കളെ. പ്രസിദ്ധീകരണമില്ലാതെ ബൗദ്ധിക വ്യായാമം മാത്രമായ സാഹിത്യരചന മനോതലത്തിലും ഭാഗവത സേവ വാക്തലത്തിലും ആലയം ക്ഷേത്ര സ്വരൂപത്തിൻ്റെ ത്രിമാനതയിലുള്ള നിർമ്മാണ പരിശ്രമം കായിക തലത്തിലും ഉള്ള നിർമ്മാണ പ്രയത്നങ്ങളായി നടത്തി വരുന്നു. ഇവയുടെ ശുഭ പരിണാമമാണ് അസാധാരണമായ ഒരു ചലച്ചിത്ര തിരക്കഥാ പരിശ്രമത്തിലൂടെ ഇപ്പോൾ ആസന്നമായിക്കൊണ്ടിരിക്കുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ അതെല്ലാവർക്കും ദർശിക്കാനുള്ള
യോഗ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.